ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു ബീഡഡ് ആയിട്ടുള്ള ഒരു നെക്ലേസിൻ്റെ വീഡിയോ ആയിട്ടാണ്. പേൾ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ലോക്കറ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് റെയിൻ ഡ്രോപ്സ് എന്നൊക്കെ പറയും. ആ മുത്തിന് മഴത്തുള്ളിയുടെ ആ മുത്താണ് 2 ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ 2 തരം ബീഡ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഗോൾഡൻ ബീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച വയറാണിത്. 3 ബീഡ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ബീഡ്സ് വർക്കിനൊക്കെ സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ കുറച്ച് നീളത്തിൽ ഏകദേശം 3/4 മീറ്ററോളം നീളത്തിലുള്ള വയർ എടുത്തിട്ടുണ്ട്. അതിൽ 4 ഗോൾഡൻ ബീഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഗോൾഡൻ ബീഡിന് പകരം നിങ്ങൾക്ക് വേറെ ചെറിയ ഗോൾഡൻ ബീഡ്, അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും ചെറിയ ബീഡ്സ് ഇല്ലേ, അതൊക്കെ ഉപയോഗിക്കുക. ഷുഗർ ബീഡ്സ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. അതൊരു കുളത്തിടാനുള്ളൊരു ഭാഗമാണ് നമ്മൾ ചെയ്തത്. 4 ബീഡിട്ട് ചെയ്തത്. അതിന് ശേഷം അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഒരു വൈറ്റ് പേൾ ബീഡിട്ട്, ഇതൊരു പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആണ്. പിന്നെ ചെയ്യേണ്ടത് 1 2 മുത്ത് കോർക്കുക. ഒരു വശത്തുള്ള ത്രെഡിൽ 2 നൂല് കോർക്കുക, മറ്റേ വശത്ത് ഒരു ബീഡ് കോർക്കുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. രണ്ടാമത്തെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് എടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഒരു ഫ്ലവർ മോഡലായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ചെയ്യുന്നത് അടുത്തത് വെള്ള മുത്തിട്ടിട്ടാണ്. 3 വെള്ളമുത്ത് ഇടണം. 2 ഒരു ഭാഗത്തും ഒരു പേൾ ബീഡ് മറുവശത്തും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇട്ടതിന് ശേഷം രണ്ടാമതിട്ട ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്താൽ മതി. ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ നമ്മളിവിടെ കുറച്ച് ഓരോ ബ്ലോക്കുകളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്ര നീളം വേണം അതിനനുസരിച്ച് ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. ഇങ്ങനെ 6 വൈറ്റ് ബീഡാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 6 ബ്ലോക്കായിട്ട് 6 വൈറ്റ് ബീഡിൻ്റെ ബ്ലോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. 7 ബ്ലൂ ബീഡിൻ്റെ ബ്ലോക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 6 വൈറ്റ് ബീഡും ഏകദേശം 7 നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഒരു 7 അത്യാവശ്യത്തിനുള്ള ഒരു ലെങ്ത് ആവും. ഒരു സൈഡത്തെ ലെങ്ത്താണ് പറഞ്ഞത്. അങ്ങനെ 13 ബ്ലോക്കായി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ലോക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ കാണുന്നത്. 2 പേൾ ബീഡ് ഇട്ട്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, പിന്നെ ഒരു മഴത്തുള്ളിയുടെ ബീഡ് ഇട്ട്, പിന്നെയും ഒരു ഗോൾഡൻ ബീഡ് ഇടുക. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇനിയും ഒരു മഴത്തുള്ളി തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ പിന്നീട് നമ്മൾ ആ ഗോൾഡൻ ബീഡിൻ്റെയും വൈറ്റ് ബീഡിൻ്റെയും ഉള്ളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിട്ട ആ ഗോൾഡൻ ബീഡിൻ്റെയും വൈറ്റ് ബീഡിൻ്റെയും ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി നമ്മളൊന്ന് കോർത്തെടുക്കണം. ഇത് എളുപ്പമാണ് ചെയ്യാൻ. ലാസ്റ്റ് ഒന്ന് ടൈറ്റാക്കിയാൽ മതി. അതിനുശേഷം ഒന്നിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ടൈറ്റാക്കണം എന്നുണ്ട് അവസാനത്തെ ആ ഗോൾഡൻ ബീഡൊന്ന് വലിച്ചാൽ മതി, അത് ടൈറ്റായിരുന്നോളും. അപ്പോൾ നമ്മൾ ആ ഗോൾഡൻ ബീഡിൻ്റെയും വൈറ്റ് ബീഡിൻ്റെയും ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇതാണ് ഇപ്പോൾ ഈ ഒരു നിലയ്ക്കാണ് നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്കൊരു വൈറ്റ് ബീഡ് ഇട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത ബ്ലോക്കിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഒരു സൈഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി, പിന്നെ ലോക്കറ്റും ആയി. ഇനി ഒരു ബ്ലൂ കളറുള്ള ബീഡ് ഇട്ടിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്.
ഈ ക്രോസിങ്ങിലൂടെയാണ് അടുത്ത നമ്മുടെ ലോക്കറ്റിൻ്റെ മറ്റേ വശം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യുന്നത് 2 ബ്ലൂ ബീഡാണ്. പിന്നെ അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള വൈറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാലേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉള്ള രീതി ആവുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത രീതിക്ക് തന്നെ അങ്ങനെ തുടർന്ന് പോയാൽ അതിൻ്റെ ഡിസൈൻ വ്യത്യാസപ്പെടും. മറുവശത്ത് വരുമ്പോൾ ഓപ്പോസിറ്റായിട്ട് വരണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്താലാണ് ആ ഡിസൈൻ ശരിയായ രീതിയിലാവുള്ളൂ. നമ്മൾ ആദ്യം 2 മുത്ത് പിന്നൊരു സെൻട്രലായിട്ടൊരു മുത്ത് ആ രീതിയിലാണ് വരുന്നത്. അപ്പം മറ്റേ വശത്ത് വരുമ്പോഴും ആ ഒരു രീതിക്ക് തന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതുപോലെ ചെയ്തെടുക്കണം, എന്നാലേ റെഡി ആവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 2 വൈറ്റ് ബീഡാണ്. 2 വൈറ്റ് ബീഡ് ഇട്ട് അതിനെ ക്രോസ് ചെയ്യാൻ ഒരു നീല ബീഡ് ഇടണം. ക്രോസിങ്ങിലെല്ലാം വരുന്ന വേറെ കളറാണ്. ഈ ഒരു വശം വരുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ റെഡി ആയിക്കോളും ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 ബ്ലൂ ബീഡ്. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നൊരു വൈറ്റ് ബീഡ്. ക്രോസിങ്ങിന് വരുമ്പോൾ വേറെ ബീഡാണ് എടുക്കുന്നത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സൈഡ് വരുമ്പോൾ. എന്നാൽ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് വരുള്ളൂ ഈ സൈഡും. ഒന്ന് ഇടയ്ക്കൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പണി. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോവാം. ആദ്യം നമ്മൾ എത്ര ബ്ലോക്ക് ചെയ്തോ അതേ രീതിയിൽ തന്നെ ലെങ്ത്ത് ഇത്രയും ആക്കുക. സെയിം ലെങ്ത്തിൽ തന്നെ എടുത്തിട്ട് നമുക്ക് പിന്നെ ഗോൾഡൻ ബീഡ് വയ്ക്കാം. ഇത്ര പണിയുള്ളൂ. പിന്നെ കെട്ടിക്കൊടുക്കൽ. നമ്മളെ നെക്ലേസ് റെഡിയായി. ഇതിന് തന്നെ പല രീതിയിലും ചെയ്യാൻ പറ്റും. ഇതിൽ ഇടയിൽ ഇങ്ങനെ നമ്മൾ ബീഡ്സ് തുന്നിച്ചേർത്തിട്ടുള്ളൊരു ഡിസൈനും ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാല്ലാ കാണിക്കാം. ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി നമുക്ക് ഏകദേശം ലെങ്ത്ത് റെഡി ആയിട്ടുണ്ട്. അവസാനം ഒരു വൈറ്റ് ബീഡാണ്. നമ്മൾ തുടക്കത്തിലൊരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ അവസാനത്തിലൊരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോൾഡൻ ബീഡും കൂടി വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഒരു 3 കെട്ടെങ്കിലും കെട്ടിക്കൊടുക്കണം. ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് നൈലോണിൻ്റെ ത്രെഡ് ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കരിയിച്ച് കളയുക. ലൈറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് കരിയിച്ച് കളയുക. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് അവസാനം ചരടോ കുളത്തിൻ്റെ ഭാഗം ചരടോ അല്ലെങ്കിൽ ജംപ് റിങ്സ് ഉക്കൊക്കെ ഉപയോഗിച്ച് ഫിഷ് ഉക്കൊക്കെ ഉപയോഗിച്ച് അത് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.